വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ് അഖില മിസ് ആണ്. സോ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഇതാ 9th CBSE ആനുവൽ എക്സാം അടിച്ചു പൊളിച്ച് എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇതാ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പലരുടെയും അല്ലെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഈ 9th CBSE എന്ന് പറയുന്നത് ഇത്ര കണ്ട് കഷ്ടപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇവിടെ ആനുവൽ എക്സാം ഉണ്ട്. ആ ആനുവൽ എക്സാമിന് നമുക്കൊരു പാസ് മാർക്ക് എങ്ങനെയെങ്കിലൊക്കെ മേടിച്ചാൽ പോരെ, അത് ബോർഡ് എക്സാം ഒന്നും അല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതാ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വെക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 9th CBSE എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബോർഡ് എക്സാം ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, കുറച്ച് വീക്സ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പറയുന്നത് 10th CBSE മക്കളെ എന്നാണ് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ആദ്യമായിട്ട് ഒരു ബോർഡ് എക്സാം ഫേസ് ചെയ്യാനായിട്ട് പോവാണ്. അതോടുകൂടിയിട്ട് നമുക്കറിയാം അത് കഴിയുമ്പോഴാണ് അത് നെക്സ്റ്റ് ലെവലിൽ നമ്മൾ എങ്ങോട്ട് പോകണം, ഏത് സ്ട്രീം നമ്മൾ ചൂസ് ചെയ്യണം, നമ്മുടെ പ്രൊഫഷൻ അല്ലെ എങ്ങോട്ടേക്കൊക്കെയാണ് നമ്മൾ തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ നമ്മൾ എപ്പോഴും കേട്ട് മടുക്കാൻ പോകുന്ന ഒരു വേർഡ് ആയിരിക്കും ഈ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടേക്കൊക്കെ ഉള്ള ഒരു എന്താണ് നിങ്ങളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇനി അധിക നാളുകളൊന്നും ഇല്ല, കുറച്ചാഴ്ചകൾ കൂടെ നമുക്ക് മുമ്പിലുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അപ്പൊ എന്റെ മക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ 9th CBSE നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് നമ്മൾ അങ്ങനെ ആനുവൽ എക്സാം പാസ് ആവാൻ വേണ്ടി, ആനുവൽ എക്സാം പാസ് ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആനുവൽ എക്സാമിന് നല്ല സ്കോർ വാങ്ങുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അതോടൊപ്പം മക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കി കോൺസെപ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാത്ത് 10th CBSE ഉള്ളത് ഇതിന്റെ തൊട്ടടുത്ത ലെവലാണ് മക്കളെ, ഒരു വലിയ സിലബസ് തന്നെയാണ്. ഇപ്പൊ സയൻസിലെ നമ്മുടെ കെമിസ്ട്രിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈസ് മാറ്റർ അറൗണ്ട് us പ്യുവർ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ഒക്കെ ഇതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചില ആളുകളെങ്കിലും ആനുവൽ എക്സാമിന് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി പോകണം എന്ന് ആലോചിച്ചിട്ട് ഇതിന്റെ അകത്തുനിന്ന് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ എന്നൊക്കെ കണക്കാക്കി ഓരോ ചാപ്റ്ററിനും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു വെച്ചൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഇതാ നോക്കിയാൽ നിങ്ങൾ ഈ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് എഴുതുന്ന നമ്മുടെ 10th CBSE അല്ലെ അവരുടെ സിലബസ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്, അവരുടെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, നെക്സ്റ്റ് ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് അല്ലെ, അത് കഴിഞ്ഞ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താണ് ആ ഒരൊറ്റടിക്ക് നോക്കുന്ന സമയത്ത് ഈ 10th CBSE ചാപ്റ്റേഴ്സും ഈ 9th CBSE ചാപ്റ്റേഴ്സും തമ്മിൽ വലിയൊരു കണക്ഷൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മിസ് പറയുവാണ് മക്കളെ, നമ്മുടെ 9th CBSE ചില കോൺസെപ്റ്റുകളുണ്ട്, ചില ടോപ്പിക്കുകളുണ്ട് ഓരോ ചാപ്റ്ററിലും ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്ന കുറച്ച് ചാപ്റ്റേഴ്സും ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന 10th CBSE എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ഹാർഡ് ആയിരിക്കും നിങ്ങൾക്കത് പഠിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ഇല്ലാതായി പോകും. അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് അല്ലെ, ആ പേരിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്. കുറേ റിയാക്ഷൻസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ റിയാക്ഷൻസിന്റെ ഒക്കെ ഇക്വേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, അവിടെ പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻസിനെ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യാനുണ്ടടാ, ബാലൻസ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ആലോചിക്കും, ഇതും ഇപ്പൊ പഠിക്കുന്ന 9th തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഒരു റിയാക്ഷൻ ഒക്കെ എഴുതാൻ പഠിക്കുകയാണെങ്കിൽ മക്കളെ അവിടെ നിങ്ങൾക്ക് ഓരോ കോമ്പൗണ്ടിനെയും അറിയാൻ പറ്റണം. ആ കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുലാസ് അല്ലെ, കെമിക്കൽ ഫോർമുല നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കണം. അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, ഈ കെമിക്കൽ ഫോർമുലാസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ബുദ്ധിമുട്ടും. നിങ്ങൾ ഇതാ ആലോചിച്ച് നോക്കുക, ഇവിടെ തൊട്ട് മുന്നേ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? നമ്മുടെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും. ഇതിലെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾ
ഇഷ്ടം പോലെ കെമിക്കൽ ഫോർമുലാസ് എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, പഠിച്ചിട്ടുണ്ട്. അതിന്റെ റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓരോ ഫോർമുലകളും അങ്ങനെ ആവുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് 10th പോയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എന്തുകൊണ്ട് ദാ ഫോർ എക്സാമ്പിൾ നമ്മുടെ NaOH ഞാനിവിടെ എഴുതി, NaOHന്റെ ഫോർമുല ഞാനിവിടെ എഴുതി. എന്തുകൊണ്ട് NaOHൽ OH ദാ ഇങ്ങനെ കിടക്കുന്നു, അതുപോലെ തന്നെ MgOH ട്വൈസ് ഞാനിവിടെ എഴുതി, എന്തുകൊണ്ട് ദാ ഇവിടെ 2 കിടക്കുന്നു അല്ലെ? ഈ വക ഡൗട്ടുകളൊക്കെ നമുക്ക് വരും. NaOHും MgOH ട്വൈസും കാണാൻ ഒരുപോലെ ഉണ്ട്. ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, ഒന്ന് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് പേര് പറയുന്ന സമയത്ത്. എന്തുകൊണ്ട് ദാ ഇവിടെ 2 ഇല്ല, ഇവിടെ 2 ഉണ്ട്? നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ് മിസ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സ്ട്രക്ചർ ഓഫ് ദ ആറ്റത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മൾ അല്ലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന വലിയൊരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് അല്ലെ ടൈപ്പ് ഓഫ് എന്താണ് ഓരോ എന്താണ് എലമെന്റിന്റെയും ഓരോ ആറ്റത്തിന്റെയും ബാലൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കെമിക്കൽ ഫോർമുലയിൽ നിന്നും കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഈക്വേഷനിൽ നിന്നും ബാലൻസിങ്ങിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഐഡിയ ഇല്ലാതായി പോകും. അപ്പൊ മകളെ, ഇത് പഠിക്കുന്ന സമയത്ത് ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, നിങ്ങൾ അടുത്ത വർഷം എന്ന് പറയാനില്ല, വരാൻ പോകുന്ന അക്കാദമിക് ഇയറിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഇനി അടുത്ത ചാപ്റ്റർ നിങ്ങൾ നോക്കുക, ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്സ് അല്ലെ. അപ്പൊ ഈ പേര് പോലെ തന്നെ ഇതാ ഈ 3 ആൾക്കാരെ പറ്റിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HCl ഒരു ആസിഡ് ആണ്, NaOH എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്, NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് ഒരു സോൾട്ട് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആസിഡ്സിനെ പറ്റി, ബേസിനെ പറ്റി, സോൾട്ടിനെ പറ്റി, അതിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഇതും നമ്മുടെ 9 CBSE തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഓരോരുത്തരുടെയും റിയാക്ഷൻസ് പറയുന്ന സമയത്ത് നമുക്ക് ഇതാ 9 CBSE അറിഞ്ഞേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് ആണെങ്കിൽ H+ അയോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കടന്നു വരും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അങ്ങനെയുള്ള അയോൺസ് ഒക്കെ ഫോം ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ 2 ചാപ്റ്റേഴ്സും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. മാത്രമല്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കെമിക്കൽ ഫോർമുലാസ് അല്ലെ, കെമിക്കൽ ഫോർമുലാസ് ഇല്ലാതെ നമുക്ക് ഒരു ചാപ്റ്ററും, അത് ഇന്ന ചാപ്റ്റർ ഒന്നുമില്ല, ആദ്യത്തെ ചാപ്റ്റർ മാത്രമൊന്നുമല്ല, അതിനുശേഷം എല്ലാത്തിലും റിയാക്ഷൻസ് വരുന്നുണ്ട്, നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഇനി അടുത്തത് നിങ്ങൾ നോക്കുക, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓർമ്മ വരിക, ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മാറ്റർ അറൗണ്ട് അസ് പ്യുവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്യുവർ സബ്സ്റ്റൻസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ എലമെന്റ്സിനെയും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് കോമ്പൗണ്ട്സിനെയും പഠിച്ചിട്ടുണ്ട് അല്ലെ മക്കളെ. അപ്പൊ ഈ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എലമെന്റ്സ് ചേർന്ന് എങ്ങനെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു, അവിടെ നിന്നാണ് ഈ പറയുന്ന കെമിക്കൽ ഫോർമുലയിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്കുകൾ അവിടെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് യെസ്, ഈ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം ഇതിനകത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ്, അതായത് പേരിൽ മെറ്റൽസും നോൺ മെറ്റൽസും അല്ലേ ഉള്ളൂ, കൂട്ടത്തിൽ ഇവർ ഫോം ചെയ്യുന്ന നമ്മുടെ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, ആ 2 ആളുകൾ തമ്മിൽ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അയോണിക് ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ അയോണിക് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, അവിടെ നിങ്ങൾ മനസ്സിലാക്കും, ചില ആളുകൾ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, ചില ആളുകൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ കാരണം ഒക്ടറ്റ് റൂളും സ്റ്റെബിലിറ്റിയും ഒക്കെ പഠിച്ച ആളുകളാണ് നമ്മൾ. അതൊക്കെ നമ്മൾ പഠിച്ച ചാപ്റ്റർ ഏതാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് അല്ലെ. വെരി ഇമ്പോർട്ടന്റ്. അതൊന്നും ഓർമ്മയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു കോമ്പൗണ്ട് MgCl2, അവിടെ Mg എന്തിന് ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ക്ലോറിൻ എന്തിന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് കേട്ടോ, ഇപ്പൊ നിങ്ങൾ പഠിച്ച കാര്യമല്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ പോയിന്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മസ്റ്റ് ആയിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അകത്ത് നിന്ന് വാലൻസി കണ്ടുപിടിക്കാൻ നമ്മൾ അറിയണം. ഇതൊന്നും ബൈ ഹാർട്ടിംഗ് അല്ല. ആദ്യത്തെ 18 എലമെന്റ്സിന്റെ വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് NCERT സിലബസിൽ ഉള്ളതാണ് അല്ലെ. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഫൈനലി നമ്മുടെ കാർബൺ ആൻഡ്
ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് വെരി ഇമ്പോർട്ടന്റ്. ഓർഗാനിക് പഠിക്കാൻ തുടങ്ങുവാണ് നിങ്ങൾ ആ ചാപ്റ്ററിൽ അല്ലേ. അപ്പൊ ഈ പേര് പോലെ തന്നെ അവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത് നമ്മുടെ കാർബൺ അല്ലേ. അപ്പൊ ഈ കാർബണിന്റെ വാലൻസി ആണ് മക്കളെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. തുടക്കത്തിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ്, അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വൃത്തിക്ക് പഠിച്ചു വെച്ചതാണ്. അവിടെ നിന്ന് നിങ്ങൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കും കോവാലന്റ് ബോണ്ടിലേക്കും പിന്നെ ഒരുപാട് പുതിയ കാര്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. വലിയ ഏരിയ തന്നെയാണ്, പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കിടക്കുന്നത് ഇതാ നമ്മളുടെ ഈ 9th CBSE-ലാണ് അല്ലെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന 2 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഞാനിത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസും സ്ട്രക്ചർ ഓഫ് ആറ്റവും ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയും നിങ്ങളെടുത്ത്. കൂട്ടത്തിലും ബാക്കി 2 ചാപ്റ്റേഴ്സിൽ പഠിച്ച കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിൽ ഒന്നും പറഞ്ഞില്ലല്ലോ മിസ്സേനെ നിങ്ങൾ ആലോചിക്കും. അവിടെയുള്ള നമ്മുടെ സോളിഡ്സ് അല്ലെ, ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ടുള്ള സോളിഡ്സ്, ലിക്വിഡ്സ്, അതുപോലെ തന്നെ എന്താണ് ഗ്യാഷ്യസ് സ്റ്റേറ്റും ഉണ്ടായിരുന്നു നമുക്ക്. ഇവരെയൊക്കെ ഓരോ കെമിക്കൽ റിയാക്ഷനിൽ എടുക്കുന്ന സമയത്തും അവിടെയൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ഇതാ താഴെയൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും അടുത്ത ഇയറിൽ. അവിടെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ഇതാ ഈ 2 ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തു പറയും. കാരണം ഈ കാര്യങ്ങൾ കെമിക്കൽ ഫോമുലകളും ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വാലൻസിയും, നമ്മൾ പറയുന്ന പോലെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ്, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ്, എന്തുകൊണ്ട് ഈ പറയുന്ന ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ചില സമയത്ത് അവർ ഷെയർ ചെയ്യുന്നു, ഇതൊക്കെ എന്തിനു വേണ്ടി അല്ലെ. എന്താണ് ഒക്ടറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒക്ടറ്റ് റൂള്, അതുപോലെ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും അവിടെ വരുന്ന എക്സെപ്ഷണൽ കേസസ് അല്ലെ. ഷെല്ലുകളുടെ കാര്യമൊക്കെ നമ്മൾ ഇവിടെയാ പറയുന്നത്. അടുത്ത വർഷം ഇതൊന്നും ഷെല്ലുകളൊന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവില്ല. അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഈ ഒരു എന്താണ് 10th CBSE എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറും. ആദ്യത്തെ ചാപ്റ്ററിനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ ഓൾറെഡി 9th ഇതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് വേണം, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്. എന്നാൽ ചെറിയ ഡൗട്ടുകളൊക്കെ ഉള്ള ആളുകൾ ആലോചിക്കുക, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക മക്കളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാച്ച് ഒക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ആണ്. 10th CBSE ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ അസ്ത്ര ബാച്ചില്. അപ്പൊ അസ്ത്ര ബാച്ചില് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഇപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു ഓഫർ ഒക്കെ വെച്ചിട്ടുണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് AST10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കാണുന്നില്ലേ, ഈ നമ്പറിൽ മക്കളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത്, പാരന്റ്സിന് ചോദിക്കാനുണ്ടാവും, അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം ക്ലാസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് മിസ്സായി കൂടാ, ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങുക, അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്ക് 3 ടൈപ്പ് ബാച്ചുകൾ ഇത്തവണ ഉണ്ട്. അവിടെ ബേസ് പ്ലാനും ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റി പ്രോയും ഉണ്ട്. ചെറിയ വ്യത്യാസങ്ങളാണ് ലാസ്റ്റ് 2 ബാച്ചുകൾ തമ്മിലുള്ളതെങ്കിൽ ആദ്യത്തെ ബേസ് പ്ലാനും ഇൻഫിനിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം ബേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടുള്ള പേൾ വീഡിയോസ്, നമ്മൾ ഏറ്റവും നല്ല മെറ്റീരിയൽസ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാലേൺ, മൈൻഡ് മാപ്പ്, ഫോർമുല ഷീറ്റ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതൊന്നും നിങ്ങൾക്ക് ഈ ഒരു ബേസ് പ്ലാനിൽ ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ബാച്ചുകളും അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ നിങ്ങൾ ഇൻഫിനിറ്റി ആണ് എടുക്കുന്നതെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എല്ലാ ബാച്ചിന്റെയും പ്രൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫർ എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ഫീച്ചേഴ്സ് ഉള്ള ബാച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാളാണൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ മാക്സിമം എന്ത് ചെയ്യുക, പാരന്റ്സിനോടൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. 9th CBSE നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, 10th CBSE ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ ഡോണ്ട് വറി. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നിങ്ങൾ എല്ലാവരെയും നമ്മുടെ അസ്ത്ര ബാച്ചിൽ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.